മണ്ഡലത്തിൽ നടത്താൻ ഈ ദൈവത്തെക്കുറിച്ച് അറിയുന്നവർ മുൻകൈയെടുക്കണമെന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാറുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം മനുഷ്യന്റെ വിശേഷതയെ സംബന്ധിച്ച. മനുഷ്യൻ എന്താ വിശേഷത? മറ്റു ജീവജാലങ്ങളിൽ എന്തെങ്കിലും വിശേഷതയുണ്ടോ? ഉണ്ട്. അവന്റെ വിശേഷജ്ഞാനമാണ്, അറിവ്. അത് മറ്റു ജീവജാലങ്ങൾക്കില്ല. ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു സംഭാവനയാണോ? അല്ല. ദൈവം ആർക്കും ഒന്നും സംഭാവന ഇട്ടില്ല. ദൈവം എന്റെ ഭാഷയിൽ ദൈവം ഇല്ല, പിന്നെ അയാളൊന്നും ചെയ്യൂല്ലോ. ആളെ കുറ്റം പറയണ്ട. നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. മനുഷ്യന് വിശേഷ ബുദ്ധി ലഭിച്ചത് എങ്ങനെയാണ്? ജനിച്ച എല്ലാവരും, എല്ലാ മതക്കാരും ജനിക്കുന്നത് ഒന്നാം ദിവസം, ജനിച്ച ദിവസം. മതക്കാരന്റെ മാനസികമായ ബോധ നിലവാരം എന്താ? ഏറെക്കുറെ വട്ടപൂജ. 2 ദിവസം, 5 ദിവസം, മാസം, അങ്ങനെ വർഷം കടന്നു പോകുമ്പോഴാണ് ഇപ്പോഴും നമ്മളൊക്കെ വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരായിട്ട് രംഗത്ത് വന്നത്. എനിക്കിപ്പോൾ 64 കൊല്ലം കഷ്ടപ്പെടേണ്ടി വന്നു ഒരു സംഘത്തിന്റെ നേതാവായി നിങ്ങളെ മുന്നിൽ പ്രഭാഷണം നടത്താൻ. എത്രയാ കഷ്ടപ്പെട്ടതെന്ന് അറിയൂ? അത് വായിച്ചിട്ടും ഇത് വായിച്ചിട്ടും അത് കേട്ടിട്ടും ഇത് കേട്ടിട്ടും ചെവിടും സമയവും രാത്രി 2 മണിയും 3 മണിയും ഒക്കെ ഇരുന്നിട്ടൊക്കെ വായിച്ചിട്ടാണ് നമ്മളെ ജീവിതത്തിലെ പ്രധാന സമയമൊക്കെ വേസ്റ്റാക്കുക. വേസ്റ്റ് എന്ന് പറഞ്ഞൂടാ. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ബോധം ഉയർത്തിയത്. എന്റെ കാര്യം മാത്രമല്ല, അധ്യാത്മവാദികൾക്ക് ഇങ്ങനെ തന്നെയാ ബോധം വളരുന്നത്. അക്ബറിന്റെ പ്രസംഗം കേട്ടാൽ അറിയാം. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച റെഫറൻസ് തന്നെ പറഞ്ഞു. എത്ര സമയം അതിന് ചെലവഴിച്ചിട്ടുണ്ടാവും? ജനിക്കുമ്പോഴൊന്നും ആ വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടൂല എന്ന് ഉറപ്പാ. ഒരു ഈശ്വരന്റെ, അള്ളാഹു എന്ന് പറയുന്ന സർവേശ്വരന്റെ ഉത്തമ ശിഷ്യനായിരുന്നിട്ടും ദൈവം അദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് ഒരു അറിവും കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് എന്റെ ഊഹം. ഞാൻ നിഷേധിക്കണില്ല. ഒരുപക്ഷെ മുഹമ്മദ് നബിക്ക് ജിബ്രീൽ വന്ന് പറഞ്ഞതുപോലെ വായിക്കുമെന്ന് പറയുമ്പോൾ അറിയില്ലെങ്കിലും വായിക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുത്തെങ്കിലോ? അദ്ദേഹം അതങ്ങനെ തുറന്നു പറയാത്ത ഒരു സത്യസന്ധനായതുകൊണ്ടാണെങ്കിലോ? എനിക്ക് ഉറപ്പ് പറഞ്ഞൂടാ. എന്തായാലും സാധാരണ നിലയ്ക്ക് നടക്കാത്ത ഒരു പ്രതിഭാസം. അപ്പോ അറിവ് നമുക്ക് എങ്ങനെയാ കിട്ടിയത്? നാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭൗതിക ലോകത്തിൽ ജീവിച്ചതിന്റെ ഫലമായി ഭൗതികമായ പരിസ്ഥിതി നിങ്ങളിലുണ്ടാക്കുന്ന പ്രതികരണങ്ങളാണ് അറിവ്. ബോധം എന്ന് പറയുന്നത് ഭൗതിക പ്രതിഭാസമാണ്. അതാണ് അതിനെക്കുറിച്ചുള്ള മറുപടി. ബോധം ഒരു ഭൗതിക പ്രതിഭാസമാണ്. അതൊന്നും വിശദീകരിക്കാൻ സമയമില്ല. ബോധം ഒരു ഭൗതിക പ്രതിഭാസമാണ്. ഞാൻ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ എല്ലാം നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങളത് പറഞ്ഞ് വെറുതെ സമയം പോകാൻ പറ്റില്ല. ബോധം ഭൗതികമാണ്. അത് മനുഷ്യരുടെ എല്ലാ ബോധവും ഭൗതികമാണ്. ഈ ബോധം യുക്തിപരമായി വളർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈശ്വരനല്ല, വിപരീത ദിശകളില്ല നിങ്ങളെ കരങ്ങൾ, നിവർന്ന നട്ടല്, ത്രിമാന വീക്ഷണമുള്ള കണ്ണ്. ഇത് മറ്റു ജീവജാലങ്ങൾക്കില്ലാത്തതാണ്. അത് ദൈവം കൊടുത്തതല്ല, പരിണാമത്തിന്റെ ഉൽപ്പന്നാണ്. പരിണാമം ദൈവത്തിന്റെ ഇടപെടലിനെതിരായ ശാസ്ത്രീയ തത്വശാസ്ത്രമാണ്. ദൈവം അങ്ങനെ കളിമണ്ണുകൊണ്ട് മനുഷ്യരൂപമുണ്ടാക്കി മൂക്കുരൂതിയിട്ടാണ് മനുഷ്യർക്ക് ജീവനുണ്ടായി എന്നുള്ള അന്ധവിശ്വാസത്തിന്റെ ഒരു തലമുറയുണ്ടായിരുന്നു. വർത്തമാനകാല ജനിതക ശാസ്ത്രത്തിന്റെ ഏറ്റവും ആധുനികമായ തെളിവുകൾ പോലും ആ വാദം, ആ സ്പെഷ്യൽ ക്രിയേഷൻ തിയറി ശുദ്ധ അസംബന്ധമാണെന്ന് തെളിയിച്ച ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിണാമവാദം സത്യമാണ്. അതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് അറിവ് ലഭിച്ചത്. പരിണാമപരമാണ് നിങ്ങളുടെ അറിവിന്റെ വളർച്ച. ബോധം ഭൗതികമാണ്. അതിനെന്തു വേണം? തല വേണം, തലച്ചോറ് വേണം, ഞരമ്പുകൾ വേണം, ഇന്ദ്രിയങ്ങൾ വേണം, ഭൗതിക പരിസ്ഥിതിയും വേണം. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. അന്തരീക്ഷ വായു ഇല്ലെങ്കിൽ വർത്താനം പറഞ്ഞ കേൾക്കൂല. നിങ്ങൾ അവിടെ ഇരിക്കുന്നു, ഞാൻ നോക്കുന്നു, നിങ്ങൾ എന്നെയും നോക്കുന്നു. കണ്ണുകൊണ്ടല്ല നിങ്ങൾ കാണുന്നത്, പ്രകാശമുള്ളത് കൊണ്ടാണ്. പ്രകാശം വേണം കാണാൻ, കണ്ണുണ്ടാവണം. കണ്ണുണ്ടായാൽ മാത്രം പോരാ, പ്രകാശം പ്രധാനമാണ്. കാഴ്ച ഭൗതികമാണ്, കേൾവി ഭൗതികമാണ്, ബോധം ഭൗതികമാണ്. അത്ര കൊണ്ട് അവസാനിപ്പിക്കാം. അങ്ങനെയുള്ള ബോധം അശരീരിയായ ഒരു ദൈവത്തിന് ഉണ്ടാവുക? ദൈവത്തിന് ശരീരമില്ല. ശരീരമില്ലാത്തതുകൊണ്ട് തടിയില്ല, തടിയില്ലാത്തതുകൊണ്ട് തലയില്ല, തലയില്ലാത്തതുകൊണ്ട് തലച്ചോറില്ല. തലച്ചോറില്ലെങ്കിൽ പിന്നെ എങ്ങനെ അയാൾക്ക് ബോധം സംഭരിക്കാൻ സാധിക്കുക? നമ്മളെ ജീവിതാനുഭവങ്ങൾ വെച്ച് ബോധം എന്താണെന്ന് ഞാൻ പഠിച്ചത്. അത് പ്രകാരം ഒരു ബോധം ഉണ്ടാകാൻ ഈശ്വരന് ഒരു സാധ്യതയില്ല. കാരണം എന്താണ്? അശരീരിയാണ്. അയാൾ അശരീരിയാണ്. അശരീരിയായ ദൈവത്തിന് സർവജ്ഞാനിത്വം ഉണ്ടാവും. സാധാരണ ജ്ഞാനി ഉണ്ടാവില്ല, എന്നിട്ടല്ലേ സർവജ്ഞാനിത്വം? അങ്ങനെയുള്ള ഒരാൾ സർവജ്ഞാനിയാണെന്നും അയാൾ പുസ്തകങ്ങളിലെ എല്ലാ വിവരങ്ങളും അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവിശ്വസനീയല്ലേ? 100% എനിക്ക് അവിശ്വസനീയ. അതുമല്ല, മുഹമ്മദ് നബിയുടെ അടുത്ത് ജബരീൽ എന്ന് പറഞ്ഞ മലക്ക് വന്നത് ഒറ്റയ്ക്കാ, സ്വകാര്യമായിട്ടാ. എന്തേ 2 സാക്ഷികളെ നിർത്തിയില്ല? ഒരു പെണ്ണിനെ മൊഴി ചെല്ലുമ്പോൾ 4 സാക്ഷിയെ വെക്കണത് ഒരു ദൈവല്ലേ? എന്നാ മുഹമ്മദിന് ഈ വിജ്ഞാനം കൊടുക്കുമ്പോൾ ദൈവത്തിന് ഏതെങ്കിലും 2 മതപുരോഹിതന്മാരെ, ഒരു ക്രിസ്തുമത പുരോഹിതനെയും ഇസ്ലാം മത പുരോഹിതനെയും സാക്ഷി നിർത്തിക്കൂടാമായിരുന്നില്ലേ? ഏകാന്തത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന് അങ്ങനെ തോന്നാനുള്ള കാരണം മനഃശാസ്ത്ര ഗതി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഞാൻ ഇവിടെ വിവരിക്കണില്ല. അതിന് കാരണം മനഃശാസ്ത്രം പഠിച്ചവർക്ക് അറിയാം. ഞാനത് അതിക്രമമായി പോകുമെന്ന് പേടിച്ചിട്ട് പറയണില്ല.
മനസ്സിലായി? ഒരാളുടെയും വികാരത്തെ വേദനിപ്പിക്കാതിരിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നത് മാനസിക പ്രതിഭാസമാണ്. എന്തായാലും ജബീൽ അങ്ങനെ വന്നിട്ടില്ല, സന്ദേശങ്ങൾ കൊടുത്തിട്ടില്ല. അത്രയും വലിയ സന്ദേശം കൊടുക്കാൻ ദൈവത്തിന് കഴിയില്ല. പക്ഷേ എന്നാലും ഖുറാനിലുള്ള തത്വങ്ങളോ അതൊക്കെ അതിലുള്ളത് തന്നെയാണ്. മുഹമ്മദ് നബിയുടെ കഴിവിന്റെ ഭാഗം, അദ്ദേഹത്തിന്റെ കൂടെ അക്കാലത്ത് ജീവിച്ചിരുന്ന മതപണ്ഡിതന്മാരുടെ കഴിവിന്റെ ഭാഗമാണ്. അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ജീവിച്ച സാഹചര്യത്തിന് മാനവിക ബോധത്തിന്റെ ഉദാത്തമായ രൂപങ്ങളാണ് അതിൽ പ്രതിഫലിക്കുന്നത്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് ഉണ്ണുന്നവൻ ഇസ്ലാമല്ലാതെ ഒരു പരാമർശം പറയാൻ കഴിയാന്ന് പറഞ്ഞാൽ അവിടെ പട്ടിണി കിടന്ന ജനതയുടെ ഇടയിൽ ജീവിച്ച ഒരാളായിരുന്നു നബി എന്ന് വ്യക്തമാണ്. പട്ടിണി കിടക്കാത്ത ലോകത്ത് മാത്രമാണ് അത് ജീവിച്ചെങ്കിൽ അദ്ദേഹത്തിന് അത് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ആ ബോധം പരലോകത്തിന് വന്നതല്ല, ഇഹലോകത്തിന് വന്നതാ. മരണം എന്താണ് എന്ന് അന്വേഷിച്ച ആളാണല്ലോ ബുദ്ധൻ. അങ്ങനെയാണല്ലോ രാജകൊട്ടാരം ഇറങ്ങിപ്പോകുന്നത്. ആ ബുദ്ധന് മനുഷ്യനെ നന്നാക്കാനുള്ള മാർഗങ്ങളെ പറയാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തെ അവഗണിക്കൂ, മനുഷ്യനെ നോക്കൂ എന്ന് ബുദ്ധൻ പറഞ്ഞത്. അതായിരിക്കണം മാനവിക സമീപനം. അതാണ് മതങ്ങൾ എടുക്കേണ്ടത്. അതേ ഈ ഭൂമിയിലെ മനുഷ്യനെ സഹായിക്കാൻ പറ്റുന്ന തത്വങ്ങളായിട്ടുള്ളൂ. അതുകൊണ്ട് മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹമല്ല. ബോധം ഭൗതികമാണ്, ഈശ്വരന് ബോധമില്ല. അതുകൊണ്ട് ദൈവികമായ ധർമ്മവാദങ്ങൾ ഇങ്ങനെ ഖുറാനിലുണ്ടെങ്കിൽ അത് ദൈവികമല്ല, അത് മാനവികമാണ്. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ സംഭാവനയാണ്. അതിനെ ക്രിയാത്മകമായി നമ്മൾ പരിഗണിച്ചാൽ മതി. മാറാത്ത ഗ്രന്ഥമാണെന്ന് പറഞ്ഞ് ഇവിടെ മാറാതെ നിൽക്കാൻ പാടില്ല. ആ ഗ്രന്ഥത്തിലും മാറ്റം വേണം. അങ്ങനെയാണ് സിവിൽ കോഡിൽ വരുമ്പോൾ ഈ ഇസ്ലാമിക ശരീഅത്തിൽ മാറ്റം വേണമെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അങ്ങനെ വന്നാൽ മാത്രമേ ഇസ്ലാമിക സമൂഹം പുരോഗമിക്കൂ. അല്ലെങ്കിൽ അതിനുള്ളിൽ ആഭ്യന്തര വൈരുദ്ധ്യം കടന്നു വരും. എല്ലാ രാജ്യങ്ങളിലും ഇപ്പം ഉയർന്നു വരുന്നത് പോലെ. ജനാധിപത്യത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, കാരണം അത് ദൈവാധിപത്യത്തെയാണ് മാനിക്കുന്നത്. സോഷ്യലിസത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. പിന്നെയുള്ളത് സോഷ്യലിസം. പിന്നെ കമ്മ്യൂണിസ്റ്റിന്റെ കാര്യം പറയും വേണ്ട. കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് ഭയങ്കര വെറുപ്പാണ്. കമ്മ്യൂണിസ്റ്റുകാർ എന്താ ചെയ്തെന്നറിയോ? കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത്, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഇവിടെ സ്വർഗം ഉണ്ടാക്കണം. പരലോക സ്വർഗം കണ്ട് ഇങ്ങനെ നാവ് നുണച്ചിരിക്കണ്ട. ഇവിടെ സ്വർഗം പണിയാനുള്ള ആയുധം നിങ്ങൾ പണിയായുധങ്ങൾ കയ്യിലെടുക്കല. പണിയായുധങ്ങൾ കൈയെടുക്കാൻ ശാസ്ത്രം നിങ്ങളെ കയ്യിലുണ്ട്. ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ മെച്ചപ്പെടുത്തി സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളും ഭൂമിയിൽ സൃഷ്ടിക്കാനുള്ള ഒരു ഭൗതിക സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്തണമെന്നാണ് മാർക്സിസം പറഞ്ഞത്. അവിടെ സ്ഥിതി സമത്വം പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ സ്വത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വകാര്യ സ്വത്ത് ഒഴിവാക്കുമ്പോൾ പൊതുസ്വത്ത് വരും. പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ശുദ്ധഗതിയിലാണ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് അവകാശമുണ്ട്. ലെനിനും മാർക്സും എംഗൽസും ഒന്നും ദൈവങ്ങളല്ല. അവരുടെ വാദങ്ങളൊക്കെ മാറ്റാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞില്ല. വൈരുദ്ധ്യാത്മക ദർശനത്തിന്റെ പരസ്പര സംഘർഷത്തിന്റെ ഫലമായി മാർക്സിസത്തിൽ മാറ്റം വേണം. അങ്ങനെയാണ് മാർക്സിസം. ഈ അടുത്ത കാലത്ത് ഒരുപാട് മാർക്സിസ്റ്റ് പുതിയ രൂപങ്ങൾ വന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നവരൊന്നും തലവെട്ടണ്ട. നാക്സലുകളും ആ കൊടുത്തപ്പെട്ടതാ. അവർ വിചാരിച്ചത് ഇങ്ങനെ തലവെട്ടിയാൽ നാട് നന്നാവുന്ന. അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശം ഒരുക്കുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണെന്ന് അന്നും ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ പറഞ്ഞില്ലേ. പക്ഷെ അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ അനുഭവങ്ങളിൽ ചിലർ കണ്ടാ പഠിക്കും, ചിലർ കൊണ്ടായേ പഠിക്കുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാർ കൂടെ ഉണ്ടെന്നാണ് ആ നാക്സൽ മൂവ്മെന്റിനെ കുറിച്ച് പരാമർശത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യമുള്ളത് തേനീച്ചക്കൂട്. പിന്നെ എൻ്റെ ഒരു വിശേഷത പറഞ്ഞു, ഏകദേശം 200 കോടി കൊല്ലായി തേനീച്ച അതിന്റെ കൂടുണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അത് ഹെക്സാഗോണൽ മാത്തമെറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള ഒരു ഷേപ്പാണ്. എന്റെ ചോദ്യം ഇതാണ്, എന്തേ തേനീച്ചക്കൂടുകൾ ഒരിക്കലും പുതുക്കി പണിയുന്നില്ല തേനീച്ചകൾ? അന്നേ മാത്തമാറ്റിക്സ് അറിയണവരല്ലേ. അത്രയും 2200 കോടി കൊല്ലം മുമ്പ് ദൈവത്തിനേക്കാൾ വലിയ മാത്തമാറ്റീഷ്യനായിട്ടാണ് അന്നത്തെ തേനീച്ചകൾ വന്നത്. പക്ഷെ അവരുടെ ആ തേനീച്ചക്കൂടുകളിൽ ഇന്നേ വരെ ഗണിതശാസ്ത്രപരല്ലാത്ത ഒരു മാറ്റം പോലും വരുത്താൻ തേനീച്ചയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്താ കാരണം എന്നറിയോ? തേനീച്ച കൂടുണ്ടാക്കിയാൽ അതിന്റെ കയ്യും കാലും ചുണ്ടുകൊണ്ടും മാത്രം. ആ ഉപകരണങ്ങൾ മാറ്റാൻ തേനീച്ചയ്ക്ക് കഴിയില്ല. ആ ഉപകരണങ്ങൾ കൊണ്ട് അങ്ങനത്തെ കൂടെ ഉണ്ടാക്കാൻ പറ്റൂ. ആ കൂടെ അവർ അവരുടെ ശാരീരികമായ അവയവങ്ങളുടെ പരിമിതി കൊണ്ടുണ്ടാക്കിയ ഒരു ഗതികെട്ട രൂപ നിങ്ങൾക്ക് സുന്ദരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ആ രൂപത്തിന്റെ ആശയ പുഷ്കരത ഉൾക്കൊള്ളാനുള്ള കഴിവ് പോലും ഇന്നും തേനീച്ചയ്ക്കില്ല. അല്ലെങ്കിൽ തേനീച്ചകളുടെ ഗ്രന്ഥങ്ങൾ ഇറങ്ങൂലേ? അവരുടെ ഈ വാസ്തുകലയെക്കുറിച്ച്, ഭാരതീയ വാസ്തുകലയേക്കാൾ തേനീച്ചയുടെ വാസ്തുകല മഹത്താണെന്ന് പറയുന്ന വാസ്തുകൃതികൾ തേനീച്ചകൾ ഇറക്കുമായിരുന്നു, വന്നില്ല. മനുഷ്യന്റെ സ്ഥിതി എന്താ? നിങ്ങളെ വീടിലെ സ്ഥിതി എന്താ? എന്തെല്ലാം മാറ്റങ്ങളാണ് അപ്പ വീട്ടിന്. പഴയ മണ്ണുകൊണ്ടുണ്ടാക്കുന്ന മൺചിരാതുകൾ, അത് പോയിട്ട് ആധുനിക കോൺക്രീറ്റ് വീടുകൾ. അവിടെ തന്നെ അടുക്കളയിൽ ചെന്നാൽ ഇപ്പൊ എന്താ സ്ഥിതി?